ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ നിർവഹിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ വയോജന മെഡിക്കൽ ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി. ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് ജില്ലാ ആശുപത്രിയിൽ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ ഇത്രയധികം ആൾക്കാരെ ഞാൻ ഈ 3 വർഷത്തിനുള്ളിൽ കാണുന്നത്. അതിൽ അതിയായ സന്തോഷമുണ്ട്. വൃദ്ധരുടെ ജനസംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഓരോ സെക്കൻഡിലും 2 പേർ വീതം 60ാം പിറന്നാൾ ആഘോഷിക്കുന്നു എന്നതാണ്. എന്നാൽ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത ഞാൻ പറയട്ടെ. ഈ 60 വയസ്സും 70 വയസ്സും കഴിഞ്ഞവരൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എന്നാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ വാർദ്ധക്യം ബാധിച്ചവരാണോ അല്ലെങ്കിൽ അവര് വാർദ്ധക്യത്തിലേക്ക് കടന്നവരാണോ എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാറ നന്ദന മാത്യു ആമുഖ പ്രസംഗം നടത്തി. കൊറ്റനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സുരേന്ദ്രനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പ്രകാശ് ചർലേൽ, കൊറ്റനാട് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബി എബ്രഹാം, വാർഡ് മെമ്പർ പ്രകാശ് പി സാം, HMC മെമ്പർ സാംകുട്ടി പാലിക്കാമണ്ണിൽ, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര മോഹൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വയോജനങ്ങൾക്കായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി VG ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കാഴ്ച, കേൾവി, BP, ഷുഗർ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ പരിശോധനയും മരുന്ന് വിതരണവും ഇതിന്റെ ഭാഗമായി നടന്നു. 150ഓളം പേർ ക്യാമ്പിന് പങ്കെടുത്തു.